നിങ്ങളെ കൊണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വിവരമില്ലാത്തതേ എൻ്റെ തെറ്റല്ല, കുറച്ചൊക്കെ ഇത്തിരി വിവരം വേണം. ബോധവുമില്ല വെളിവുമില്ല, വായി തോന്നിയത് കൊണ്ട് വിളിച്ചു പറയും. നീ അതിനെന്തിനാ കുട്ടി എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഉമ്മക്ക് അറിയാത്തത് കൊണ്ടല്ലേ. അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ. ഉമ്മക്കൊരു അബദ്ധം പറ്റി, നീ ക്ഷമിക്ക്. സമയമായില്ലേ, നീ പോകാൻ നോക്ക്. ഇനി ഉമ്മ ആവർത്തിക്കില്ല. എനിക്കറിയാം പോവാൻ. നീ എപ്പോ വന്ന്? ഞാനിപ്പോ വന്നേ ഉള്ളൂ. വാ പോവാ, സമയായില്ലേ. നീ എന്തെങ്കിലും കേട്ടോ അകത്ത് സംസാരിച്ചത്? അത് ഇല്ല, ഞാൻ വന്നേ ഉള്ളൂ. വാ. റസിയ, ഞാനൊരു കാര്യം പറഞ്ഞാലേ നീ നിന്നെ ഉപദേശിക്കാന്ന് വിചാരിക്കണ്ട. എന്താണ് പറ. റസിയ, നമ്മുടെ ഉമ്മമാര് നമുക്ക് നല്ലത് മാത്രമല്ലേ ചെയ്യുള്ളൂ, അവർ നമുക്ക് ദോഷം ചെയ്യുന്ന നീ വിചാരിക്കുന്നുണ്ടാ? പക്ഷെ നമ്മൾ അവർ പറയണതൊന്നും കേൾക്കൂല, നമുക്ക് അവരൊരു ശല്യമായിരിക്കും. പക്ഷെ അവരില്ലാത്തൊരു കാലം നീ ആലോചിച്ചിട്ടുണ്ടാ? എന്താ നീ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? അതാ ടിഫിൻ ബോക്സ് കൊണ്ടുപോയിട്ടില്ലല്ലോ ഈ കുട്ടി. ഒക്കെ മറക്കന്നെ. ഈ ഉമ്മാനെ കൊണ്ട് തോറ്റു. എന്താ ഈ കുട്ടി കട്ട് ചെയ്തത്? ഒന്നും കൂടി വിളിക്കട്ടെ. എടുക്ക്, സംസാരിക്ക്. എന്തിന്? അവിടെ വീട്ടിൽ പറഞ്ഞതൊന്നും പോരാണ്ട, ഇനി ഫോൺ വിളിച്ചിട്ട് പറയണതും കൂടി ഞാൻ കേൾക്കണ? നീ പറ. അല്ല, ഞാൻ അവിടെ വന്നപ്പോഴേ നീയും നിന്റെ ഉമ്മയും കൂടി സംസാരിക്കുന്ന കേട്ടു. നിനക്കറിയോ റസിയ, എൻ്റെ അമ്മ ഇതുപോലെ തന്നെ എനിക്കൊരു ശല്യമായിരുന്നു. മിണ്ടേനും പിടിച്ചതിനും ഒക്കെ എന്നെ ചീത്ത പറയും. പക്ഷെ ഒരു ദിവസം കണ്ട, ക്ലാസ് കഴിഞ്ഞ് വന്നു അങ്ങനെ ബാഗ് വലിച്ചെറിഞ്ഞു. ടിഫിൻ ബോക്സ് കൊടുത്തു വെച്ചിട്ടില്ല. സതി, നീ ഒരു പെൺകുട്ടിയല്ലേ, കുറച്ച് അച്ചടക്കമൊക്കെ വേണ്ടേ? കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് പുറത്തെടുത്തെങ്കിലും വെച്ചോടെ. കഴുകിയില്ലെങ്കിലും കഴുകണോ ഇല്ല, എന്നാ പുറത്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴുകിയെങ്കിലും വെക്കും. ഇനി പിറ്റേ ദിവസം അങ്ങനെ എടുത്തിട്ട് ഒരു നാറ്റം അടിക്കും. എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടിരുന്ന സമാധാനം ആവില്ല അല്ലേ? ഛേ, നിങ്ങളുടെ മകളായി ജനിക്കേണ്ടിയിരുന്നില്ല, ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഏത് നേരം നോക്കിയാലും ഒരു സമാധാനം തരൂല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ജനിച്ചതിന്റെ കാര്യം വന്ന് തോൽപ്പിക്കും. കണ്ട, നേരെ എത്രയായി? 9 മണിയായി, ഇനി അവൾ അഞ്ചിട്ടില്ല, ഉറങ്ങന്നെ. ഇന്ന് ക്ലാസ് ഇല്ല. ഞാൻ നിന്നെ കൂടെ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ? ഞാൻ നിന്നെ കൂടെ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോണെന്ന്, ചെക്കപ്പിന്. സ്കൂളിലേക്ക് ഒരു ഉപകാരത്തിന് പെണ്ണിനെ കിട്ടൂല. മതി ഉറങ്ങിയത്. ഒരു സ്വസ്ഥതയും തരില്ലേ? ഇന്ന് ക്ലാസ് ഇല്ലാത്തല്ലേ, ഞാൻ ഉറങ്ങട്ടെ. അപ്പൊ നിനക്ക് ലീവ് ആണെങ്കിൽ നിനക്ക് എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ലേ? ഞാൻ ഈ ഒറ്റയ്ക്ക് പോണല്ലേ? നിങ്ങൾക്ക് ഇതിൽ ഒറ്റയ്ക്ക് പോയാൽ എന്താണ്? അസുഖമായിട്ട് പോകുന്നല്ലോ, ചെക്കപ്പിന്റെ തന്നെയല്ലേ. ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാൻ ഉറങ്ങട്ടെ. അല്ല, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനേ ഹോസ്പിറ്റലിലേക്ക് പോകാണ്. അവിടെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ട്, അതൊക്കെ ഒത്തിരി ഉണക്കാനിട്. ഞാൻ വരുമ്പത്തേക്കും അതെങ്കിലും ഒന്ന് ചെയ്യും. കണ്ട, ഇത്ര നേരമായിട്ട് വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ല പെണ്ണ്. ആ പാത്രത്തിൽ ഇത്തിരി കഴുകി വെച്ചുകൂടെ അവൾക്ക്? ഇത്രയും വലുതായില്ലേ, ഇതൊക്കെ ഇനി ഞാൻ വന്നിട്ട് ചെയ്യണം. വാഷിംഗ് മെഷീനിൽ തുണി നോക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ അതെന്ത് പോലോ? അതേപോലെ തന്നെ ഉണ്ട്. അവളെ കൊണ്ട് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ ഒന്ന് ഉണക്കാനിടറിയുന്നു. എവിടെ പറഞ്ഞ കേൾക്കണ്? നോക്കിക്കോടി, കെട്ടിപ്പോണ വീട്ടിൽ നീ അനുഭവിക്കുന്നത്. അവിടെ എന്നെ പോലത്തെ ഒരു ഉമ്മയായിരിക്കില്ല അമ്മ നന്നായി പണി ചെയ്യിപ്പിക്കും. അപ്പൊ നിനക്കറിയും ഉമ്മാന്റെ വില എന്താണെന്ന്. അല്ലെങ്കിലും എന്നെ പണിയെടുപ്പിക്കാനല്ലേ നിനക്കറിയുള്ളൂ, ഇത്തിരി സഹായത്തിനൊന്നും നീ ഇല്ലാലോ. ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും, പോയി ഉണക്കാനിടട്ടെ. ഞാനിങ്ങനെ ഒരുത്തിയുണ്ടല്ലോ, ഏത് നേരം നോക്കിയാലും പണി ചെയ്യാൻ മാടിനെ പോലെ. ഒരിത്തിരി സ്നേഹം പറഞ്ഞാൽ ഇല്ല. എന്നാൽ ഒരു പെൺകുട്ടിയാണ്, ഇത്തിരി ഉമ്മാനെ സഹായിക്കുക, അതില്ല. അവൾക്ക് ഫോണ്, ഉറക്കം, ഇതൊക്കെ തന്നെ വേണ്ടുള്ളൂ. എന്തെങ്കിലും ഒരു സഹായത്തിന് പറയണം അങ്ങോട്ട്, അല്ലാണ്ട് അറിഞ്ഞു ചെയ്യുമൊന്നുമില്ല അവള്. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവൾക്ക് ഒരു കോഴ്സിലും ഉണ്ടാവില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ തുടങ്ങിയതാണ് അവളുടെ ഫോൺ നോട്ടം. വരുന്നത് വരെയും കഴിഞ്ഞിട്ടില്ല.
എന്താ നിർത്തിയത്? പറയേ, എന്തിനാ നിർത്തണ്? നിങ്ങളുടെ വായത്തെ വെള്ളം വറ്റണ വരെ നിങ്ങൾ പറയേ. നിങ്ങളുടെ വായി നിർത്തണമെങ്കിലേ നിങ്ങൾ മരിക്കണം, എന്നാൽ തന്നെ നിങ്ങൾ നിർത്തുള്ളൂ. എവിടെ കാണാനില്ലല്ലോ? ഉമ്മ, 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 ഉമ്മ. ഇപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മാന്റെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇനി ആകില്ലല്ലോ എനിക്കത് കേൾക്കാൻ. ആ വീട് പോലെ തന്നെ ഇല്ല റസിയ. ഒന്ന് വിഷമിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനും കൂടി ആ വീട്ടിൽ ആരുമില്ല. ഇക്കാക്കയും ഭാര്യയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് അവരുടെ കാര്യം. ഞാനൊരു ശല്യം തന്നെയാണ് എന്തിനും ഏതിനും. പഠിക്കാനും കൂടി ഒരു സമാധാനമില്ല ആ വീട്ടിൽ. ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലും അതുപോലെ തന്നെ പുളിച്ച ചോറും കൂട്ടാനും മതിയായി റസിയ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഉമ്മ ഉണ്ടാകുമ്പോഴേ ഉമ്മാൻ്റെ വില അറിയുള്ളൂ. ഒരു നേരം നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലേ, മോളെ എന്ത് പറ്റി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിലേ ഉമ്മ തന്നെ വേണം റസിയ. ഇപ്പം നോക്ക്, ഞാൻ ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ ശല്യമാണ്. അവരെന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. എന്നാലല്ല അവർക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഹോസ്റ്റലിലാണെങ്കിലോ ചോദിക്കാനും പറയാനും ആരുമില്ല. പുളിച്ച ചോറും കൂട്ടാനും മതിയായി റസിയ. ആദ്യമൊക്കെ കാക്കാക്ക് നല്ല സ്നേഹമായിരുന്നു എന്നോട്. ഉമ്മ മരിച്ചതിന് ശേഷം പിന്നീട് സ്നേഹമൊക്കെ ഇല്ലാണ്ടായി. ഭാര്യ പറയണതല്ലേ അവർ കേൾക്കുള്ളൂ. ഇതാ ഇപ്പോൾ എക്സാം കഴിഞ്ഞു, ഹോസ്റ്റൽ അടയ്ക്കാനായി. ഞാൻ എവിടെ പോകും റസിയ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ശരി, വാ പോവാ, സമയമായില്ലേ? അവിടെ ഉണ്ട്. ഉമ്മക്ക് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കണം നോക്ക്. ഉമ്മക്ക് ഇഷ്ടമുള്ള മുറുക്ക് ഇതാ. ഓ, എന്താണ് പെട്ടെന്ന് ഒരു സ്നേഹം? രാവിലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത് വിടുമ്മ, ഇനി ഞാൻ ഉമ്മാനെ അങ്ങനെയൊന്നും പറയില്ല. ഇതായത് കഴിക്ക്, ഞാൻ ഉമ്മാക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇങ്ങോട്ട് മാറുമ്മ, ഞാൻ പാത്രം കഴിക്കോളാം. വേണ്ട മോളെ, അതൊക്കെ ഞാൻ തന്നെ കഴിക്കോളാം. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, അവിടെ ചായ വെച്ചിട്ടുണ്ട്, ആ ചായ എടുത്ത് കുടിക്കി. നിന്റെ ഒരു കൂട്ടുകാരിയില്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? ആര്? സബിയ? ആ, അവള് നാളെ വരില്ലേ നിന്നെ വിളിക്കാന്? ആ, വരും. എന്താ അമ്മ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. മോള് കടന്നോ? റസിയ, ഉമ്മ റസിയ പോയാ? ആ, അവളതാ റെഡി ആവുള്ളൂ. മോള് വാ, ഇരിക്കി. സബിയെ, സബി എന്നല്ലേ പേര്? വയണിക്ക് ഇത് കഴിക്കി, ഞാൻ എനിക്കും കൂടി ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കഴിക്കി. വേണ്ടമ്മ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചു. കഴിച്ചിട്ട് പോയാൽ മതി. നിന്റെ ഉമ്മ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? അവളുടെ ഉമ്മ നിന്റെ ഉമ്മയല്ലേ? വയണിക്ക് കഴിക്കി. ഞാൻ കറി എടുത്തിട്ട് വരാം. വാ, ഇത് കഴിക്ക്. വെറുതെ ഇരുന്ന് ആലോചിക്കാണ്ട് കഴിക്കേ.
ഓ എന്തൊരു ചൂടാണല്ലേ. ആ അവിടെ ഹോസ്റ്റലിൽ വെള്ളമൊക്കെ ഉണ്ടാ? ആ ഉണ്ട്. മോളെ, റസിയാൻ ഇപ്പൊ ഗൾഫിലാണല്ലോ. ഇവിടെ ആണെങ്കിൽ ഞാനും റസിയും മാത്രം തന്നെ ഉള്ളൂ. അപ്പൊ നിനക്ക് ഹോസ്റ്റലിൽ ക്യാൻസൽ ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് പഠിച്ചൂടെ? നിങ്ങളാണെങ്കിൽ ഒരേ കോളേജിലും അല്ലേ, ഒപ്പം പോവുകയും ചെയ്യാ വരികയും ചെയ്യാ. എനിക്കും ഒരു ധൈര്യമായി. നീ ഈ വീട്ടിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിനക്ക് ഇന്ന് പിന്നെ ഇവിടെ നിന്ന് പഠിച്ചൂടെ? അയ്യോ ഉമ്മ, അത് ചിലപ്പോ ഇക്കാക്ക് സമ്മതിക്കില്ല. അതിന് നീ നിന്റെ ആങ്ങളുടെ അടുത്തേ ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കണെന്ന് പറ, പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാക്കാൻ്റെ അടുത്തേ റസിയാനെ കൊണ്ട് വിളിപ്പിക്കാൻ പറയാം, നിന്നെ ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് നിർത്തട്ടെ ചോദിച്ചിട്ട്. അതെ, എന്നാ പിന്നെ നീ ഇവിടെ നിൽക്ക് സബി, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കോളേജിലും പോവാ. നീ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതും പേയിങ് ഗസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നതും കാക്കാക്ക് ഒരുപോലെ തന്നെ അല്ലേ? അതുകൊണ്ട് കാക്ക സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് തന്നെ റസിയാനെ കൊണ്ട് വിളിപ്പിക്കാം, നീ കഴിക്കി. ശരി എന്നാ. ശരി ശരി മക്കളെ, രണ്ടുപേർക്കുള്ള ഭക്ഷണേ അതിലുണ്ട് കേട്ടാ. ആ പാവം കുട്ടി. അതാ ടിഫിൻ ബോക്സ് കൊണ്ടുപോയിട്ടില്ലല്ലോ ഈ കുട്ടി. ഒക്കെ മറക്കന്നെ. എടുക്ക്, സംസാരിക്ക്. എന്തിന്? അവിടെ വീട്ടിൽ പറഞ്ഞതൊന്നും പോരാണ്ട, ഇനി ഫോൺ വിളിച്ചിട്ട് പറയണതും കൂടി ഞാൻ കേൾക്കണ? നീ എന്തോ എൻ്റെ അടുത്ത് പറയാൻ വന്നതല്ലേ, അത് പറ. ഇപ്പം ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മാൻ്റെ സൗണ്ടൊന്ന് കേൾക്കാൻ. നിനക്കറിയോ, ഇപ്പം അത് വീട് പോലെ തന്നെ ഇല്ല റസിയ. നമ്മളൊന്ന് വിഷമിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനും കൂടി ഇപ്പോൾ അവിടെ ആരുമില്ല. ഒരു നേരം നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലേ, മോളെ എന്ത് പറ്റി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിലേ ഉമ്മ തന്നെ വേണം റസിയ. ഇപ്പം നോക്ക്, ഞാൻ ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ ശല്യമാണ്. അവരെന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. എന്നാലല്ലേ അവർക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഹോസ്റ്റലിലാണെങ്കിലോ ചോദിക്കാനും പറയാനും ആരുമില്ല. പുളിച്ച ചോറും കൂട്ടാനും മതിയായി റസിയ.